യൂണിറ്റ് 3 സ്റ്റാർട്ട് ചെയ്യാണ്, എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ നിങ്ങൾക്ക് പല ഇതിന് നോക്കുമ്പോൾ എല്ലാം ഒരേ വേർഡ് തന്നെ, മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ. ഇപ്പൊ ഇനി എടുക്കാൻ പോകുന്ന ടോപ്പിക്കുകളിലും വളരെയധികം കാര്യങ്ങളും നമ്മൾ മുൻപ് കണ്ട കാര്യങ്ങളും കാണാം. അപ്പൊ അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കി പഠിച്ച് പോവുക. അപ്പൊ നമ്മള് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷനിലേക്ക് കടക്കുകയാണ്. എന്താണ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ? വാട്ട് യു മീൻ ബൈ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ? ഇൻ ദിസ് ചാപ്റ്റർ include the educational administration's definitions, aims and objectives, scope, types and functions of educational administration, etc. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Then the first topic, meaning of educational administration. എന്താണ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ? നമ്മള് നേരത്തെ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് കണ്ടു, സ്കൂൾ മാനേജ്മെന്റ് കണ്ടു അല്ലെ കഴിഞ്ഞ ചാപ്റ്റേഴ്സിലൊക്കെ. അപ്പോ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? The educational administration is regarded as the process of integrating the appropriate human and material resources that are made available and made effective for achieving the purpose of program of an educational institution. നമ്മള് പറഞ്ഞ പോലെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമുകളിലോ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലെല്ലാമുള്ള ഹ്യൂമൻ റിസോഴ്സസിനെയും മെറ്റീരിയൽ റിസോഴ്സസിനെയും വളരെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതൊരു സിംഗിൾ പ്രോസസ്സോ സിംഗിൾ ആക്ടോ അല്ല. കാരണം അതിൽ ധാരാളം കാര്യങ്ങൾ വരുന്നുണ്ട്. പ്ലാനിങ്, കോർഡിനേറ്റിംഗ്, എല്ലാ കാര്യങ്ങളും അതിൽ വരുന്നുണ്ട്. ഇതിന്റെ ഈ ഒരു എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ അതിൽ വരുന്ന അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? To achieve this purpose or goals, the head of the educational organization plans carefully various programs and activities. Here, the educational organization may be school, college or university. നമുക്കറിയാം, ഒരു സ്കൂൾ എടുക്കുകയാണെങ്കിൽ അവിടെ എങ്ങനെയാണ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ, അല്ലെങ്കിൽ അവിടെ അതിന്റെ ഹെഡ് ആയിരിക്കും ഈ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നത്, അല്ലെ, പ്രിൻസിപ്പൽ ഓർ ഹെഡ് മാസ്റ്റർ. സോ ദ ഹെഡ് ഓഫ് ദ സ്കൂൾ ഓർഗനൈസ് ദീസ് പ്രോഗ്രാം and activities with cooperation from other teachers, parents and students. അവിടെ അതിനെ ഓർഗനൈസ് ചെയ്യുന്നു, അതിൽ വരുന്ന ഹ്യൂമൻ റിസോഴ്സുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നു, മോട്ടിവേറ്റ് ചെയ്യുന്നു, കോർഡിനേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവാലുവേറ്റ് ചെയ്യുന്നു, അവരുടെ പെർഫോമൻസുകളെ ഇവാലുവേറ്റ് ചെയ്യുന്നു, കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കുന്നു. സോ the totality of these process which aims to achieve the purpose or goals of the educational organization is called educational administration. So meaning and definition ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഭാഗം. അപ്പൊ എന്താണ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്നാണ് പറയുന്നത്? നമ്മൾ പറഞ്ഞു, ഇതൊരു സിംഗിൾ ആക്ട് അല്ല. ഒരു സ്ഥാപനത്തിലെ ഹെഡ് അതിന്റെ കാര്യങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്നു, അതിലുള്ള ഹ്യൂമൻ റിസോഴ്സസിനെയും മെറ്റീരിയൽ റിസോഴ്സസിനെയും വെച്ച് കോർഡിനേറ്റ് ചെയ്യുന്നു. ധാരാളം സ്റ്റെപ്സ് അതിൽ വരുന്നുണ്ട്. ആ പ്രോഗ്രാമിന്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിലേക്ക് ധാരാളം സ്റ്റെപ്സ് വരുന്നുണ്ട്. ഈ ടോട്ടാലിറ്റി ഓഫ് ദീസ് പ്രോസസ് എയിം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷന്റെ ഗോളിനെ, പർപ്പസിനെ അച്ചീവ് ചെയ്യുകയാണ്. ഇതിനെയാണ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഡെഫിനീഷൻ നോക്കാം. ഏതെങ്കിലും ഒരു 3 ഡെഫിനീഷൻ നിങ്ങൾ നന്നായിട്ട് പഠിക്കാം. അപ്പൊ ഒരു എസ്സേ ഒക്കെ ചോദിക്കുമ്പോൾ ഒരു ആളുടെ കോട്ടിങ്ങോട് കൂടി തന്നെ തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് അതിന്റെ ഒരു ഡെഫിനേഷൻ ഗുഡ് പറയുന്നത് എന്താണ്? Good. All those techniques and procedures employed in operating the educational organization in accordance with established policies is defined as administration. എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പോളിസികൾക്ക് അനുസരിച്ച് ഒരു എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷൻ ഓപ്പറേറ്റ് ചെയ്യുന്നതിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ടെക്നിക്സിനെയും പ്രൊസീജിയേഴ്സിനെയും ആണ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള പദത്തിലേക്ക് കൊണ്ടുവരുന്നത്. All those techniques and procedures employed in operating the educational organization accordance with established policies. Then നമുക്ക് സുരേന്ദ്രനാഥ് മുഖർജി അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷണൽ കോട്ടിങ്ങിലേക്ക് ഒന്ന് നോക്കാം. Educational administration provide appropriate education
to appropriate student by appropriate teacher, by which they can be able to become the best by using available maximum resources. നമുക്ക് ലഭിച്ചിരിക്കുന്ന റിസോഴ്സസിന്റെ മാക്സിമത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മാക്സിമം അവൈലബിൾ ആയിട്ടുള്ള മാക്സിമം റിസോഴ്സസിൽ നിന്നുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും നല്ല ടീച്ചേഴ്സിനാൽ കൃത്യമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ. എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ പ്രൊവൈഡ് appropriate education to appropriate student by appropriate teacher, by which they can be able to become the best by using available maximum resources. Then ഒരാളും കൂടി ഡെഫിനിഷൻ നോക്കിയിട്ട് നമ്മൾ ഡെഫിനിഷന്റെ പാർട്ടിനെ കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. ലാസ്റ്റ് quoting Graham Balfour, educational administration is to enable the right people to receive the right education from the right teachers at cost within the means of the state under condition which will enable the pupils best to profit by the training. അതായത് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷന് നമ്മൾ നേരത്തെ മുമ്പ് പറഞ്ഞ ഒരു ഡെഫിനേഷനോടുകൂടി അടുത്ത് നിൽക്കുന്നതാണ് ഈ ഡെഫിനിഷൻ. എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അതായത് റൈറ്റ് സ്റ്റുഡൻസില് റൈറ്റ് എഡ്യൂക്കേഷൻ, അതായത് ശരിയായ ഒരു എഡ്യൂക്കേഷൻ നേടുന്നതിന് കുട്ടികളെ പ്രാപ്തമാക്കുക. അത് എങ്ങനെയാണ്? ശരിയായ അധ്യാപകരിൽ നിന്ന് തന്നെ, അതായത് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകരിൽ നിന്ന് നമ്മുടെ സ്റ്റേറ്റിന്റെ ചെലവിൽ അവര് കൊടുക്കുന്ന പരിശീലനത്തിലൂടെ കുട്ടികൾക്ക് മികച്ച നേട്ടം കൈവരിക്കുന്നതിന് വേണ്ടി മികച്ച അധ്യാപകരാൽ മികച്ച എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു സാധ്യമാക്കുന്നതാണ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്നാണ് ഗ്രഹാം ബാൽഫോർ പറയുന്നത്. അതിനെ നമുക്ക് ഈ ഡെഫിനിഷൻസിനെ ഒക്കെ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മളോട് ചോദിക്കാനും മീനിങ് ഓഫ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് ചോദിച്ചാൽ ഈ പോയിന്റ്സ് നമുക്ക് എഴുതാം. എന്തൊക്കെയാണ്? മേക്കിംഗ് ഓൾ എഫേർട്സ് ആൻഡ് ഏജൻസീസ് വർക്ക് ടുഗദർ ഇൻ യൂണിസൺ, assisting in the realization of the aims and objectives of education. എല്ലാ എഫേർട്സും ഒരുമിച്ച് നിന്ന് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ നേട്ടങ്ങളും ഒരു വിദ്യാഭ്യാസത്തിന്റെ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് സാക്ഷാത്കരിക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ റിയലൈസ് ചെയ്യാനായിട്ട് അസിസ്റ്റ് ചെയ്യുന്നു. റെൻഡറിംഗ് സർവീസസ് ടു സൊസൈറ്റി ഇൻ ഇറ്റ്സ് പ്രോഗ്രസ് ആൻഡ് ദാറ്റ് ഓഫ് ദ ഇൻഡിവിജ്വൽസ്. ഒരു വ്യക്തിയുടെ പുരോഗതിയിലും സമൂഹത്തിന്റെ പുരോഗതിയിലേക്കും ഉള്ള ഒരു സേവനമായിട്ട് കൊടുക്കുന്നു. Concerned with the diverse human beings, the teachers, students, parents, public and coordination of the efforts. അതായത് ഒരു വ്യത്യസ്തതയിലുള്ള ഒരു ഏകോപനത്തിലേക്ക് കൊണ്ടുപോകുന്ന, അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളിലെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യുന്ന. അതുപോലെ തന്നെ concerned with all those activities undertaken by fullest utilization of resource. അതായത് കൃത്യമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന റിസോഴ്സസിനെ, ഹ്യൂമൻ പവർ ഉണ്ട്, മെറ്റീരിയൽ റിസോഴ്സസ് ഉണ്ട്, ഈ കാര്യങ്ങളെയൊക്കെ വെച്ചുകൊണ്ട് കൃത്യമായിട്ട് അതിന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ എയിംസ് ഒക്കെ നേടിയെടുക്കുന്ന പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക. അതിൽ എന്തൊക്കെ വരും? ഡിസൈനിങ് വരും അല്ലെ? For education and its purposes through the procedure of organizing, ordering, facilitating, improving the efforts of the people in the realization of the goals of education. സോ നേച്ചറിലേക്ക് പോകുമ്പോൾ ഞാൻ ഇതിൽ സ്പീഡിൽ എടുക്കുന്നുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ മുമ്പ് കുറച്ച് ഡിസ്കസ് ചെയ്തതാ. ചില ഭാഗങ്ങളിൽ മാത്രമാണ് നിങ്ങൾക്ക് അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടി വരുന്നുള്ളൂ. അതുകൊണ്ട് സ്പീഡിൽ പോവുകയാണ്. നേച്ചർ ഓഫ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ നേച്ചർ നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു സിംഗിൾ പ്രോസസ് അല്ല, ധാരാളം കാര്യങ്ങളെ കോർത്തിണക്കുന്നുണ്ട് അല്ലെ? ഡിഫറെന്റ് പ്രോസസ് അല്ലെങ്കിൽ ഡിഫറെന്റ് പ്രോസസ് ഓർ ആസ്പെക്ട്സിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട് അഡ്മിനിസ്ട്രേഷൻ. അത് പ്ലാനിംഗ് ആകാം, ഓർഗനൈസിംഗ്, ഡയറക്ടിംഗ്, കോർഡിനേറ്റിംഗ് ആൻഡ് ഇവാലുവേഷൻ. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് മൾട്ടി പർപ്പസ്. എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഈസ് നോട്ട് പ്രോഫിറ്റ് മേക്കിംഗ് ടാസ്ക്. നമ്മൾ നേരത്തെ പറഞ്ഞു, അതിന്റെ മീനിങ്ങിൽ പറഞ്ഞു അതൊരു സർവീസ് ആയിട്ട് പറയുന്നുണ്ട്. സോ അതൊരു നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ടാസ്ക് ആണ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ. എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ എപ്പോഴും
മെറ്റീരിയൽ റിസോഴ്സസിനേക്കാൾ കൂടുതൽ ഹ്യൂമൻ റിസോഴ്സസ് ആണ് അതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു സോഷ്യലി എന്റർപ്രൈസ് ആണ്, പ്രൈമർലി എ സോഷ്യൽ എന്റർപ്രൈസ് ആസ് ഇറ്റ് ഈസ് മോർ കൺസേൺഡ് വിത്ത് ഹ്യൂമൻ റിസോഴ്സസ് ദാൻ വിത്ത് മെറ്റീരിയൽ റിസോഴ്സസ്. അതുപോലെ തന്നെ അതിന്റെ അടുത്ത നേച്ചർ ആയിട്ട് നമുക്ക് പറയാം എന്താണ്, എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ആർട്ടാണ് സയൻസ്. സയൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കൃത്യമായ സ്റ്റെപ്പുകളിലൂടെ നമ്മൾ ഒരു പ്രോജക്റ്റിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരു അതിന്റെ ഒരു എന്താ പറയാ എയിമിലേക്ക് എത്തുന്നു. ആ കൃത്യമായ സ്റ്റെപ്പുകളിലൂടെയാവും. നമുക്കറിയാം ഇതിൽ നിന്ന് എന്താണ് കിട്ടുക എന്നാണ് ആദ്യമേ നമ്മൾ പ്രഡിക്റ്റഡ് ആണ്. ബട്ട് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷനിലേക്ക് വരുമ്പോൾ അവിടെ ഹ്യൂമൻ റിസോഴ്സസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു കൂടുതലായിട്ട് വരുന്നത്. ഈ ഹ്യൂമന്റെ റിലേഷൻഷിപ്പിനെ നമുക്ക് ഒരു സെറ്റ് ഓഫ് ഫോർമുലയിൽ വെച്ചുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അതിനെ പ്രഡിക്റ്റ് ചെയ്യാനോ പറ്റില്ല, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് സയൻസ്. അനദർ നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ, it is similar to general administration in many ways. It also dissimilar in general administration. പല കാര്യങ്ങളിലും ഒരു പൊതുവായിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ രീതികളെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും പല കാര്യങ്ങളിലും ഡിസിമിലറുമാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞു പ്രോഫിറ്റ് നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ടാസ്ക് ആണ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ. പക്ഷെ ജനറൽ അഡ്മിനിസ്ട്രേഷനിലേക്ക് വരുമ്പോൾ അത് പ്രോഫിറ്റ് മേക്കിംഗ് ടാസ്ക് ആയിട്ട് മാറുന്നു. അതിൽ ഓരോ മേഖലകളിലും സിമിലാരിറ്റിയും ഉണ്ട്, ഡിസിമിലാരിറ്റീസും ഉണ്ട്. എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഈസ് എ കോംപ്ലക്സ് അഫെയർ. അത് വളരെ സങ്കീർണമാണ്. അതിന് ധാരാളം കാര്യങ്ങൾ അതിന് ചെയ്ത് തീർക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ അത് വളരെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു അഫെയർ ആണ്. ദീസ് ആർ ദി ഇമ്പോർട്ടന്റ് നേച്ചർ ഓഫ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ. ദെൻ അനദർ ഇമ്പോർട്ടന്റ് ടോപ്പിക് ഈസ് എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ. എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷനിൽ പറയുമ്പോൾ അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് it needs integration and coordination of all the physical and human resources and educational elements. അവിടെ ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസിന്റെയും എഡ്യൂക്കേഷണൽ എലമെന്റ്സിന്റെയും കൃത്യമായിട്ടുള്ള ഒരു ഇന്റഗ്രേഷൻ ആൻഡ് കോർഡിനേഷൻ ആണ് ഏറ്റവും അധികം അതിന്റെ എയിം ആയിട്ട് പറയുന്നത്, ആവശ്യം വേണ്ടത്. കൃത്യമായിട്ട് ഈ ഒരു ഫിസിക്കൽ എലമെന്റ്സിനെയും അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ എലമെന്റ്സിനെയും കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോയാലാണ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ സക്സസ്ഫുൾ ആവുകയുള്ളൂ. എന്താണ് ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ എലമെന്റ്? നമുക്കറിയാം ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുണ്ട്. ടീച്ചർ, സ്റ്റുഡൻസ്, അതിൽ വരുന്ന ഹ്യൂമൻ റിസോഴ്സസ്. എന്താണ് എലമെന്റ്സ് ഓഫ് എഡ്യൂക്കേഷൻ? എലമെന്റ്സ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് വേരിയസ് ആസ്പെക്ട്സ് ഓഫ് തിയറീസ് ആണ്. എഡ്യൂക്കേഷണൽ തിയറി and practice including philosophy of education, objectives of education, curriculum, method of teaching, discipline, role of the teacher, rules and regulations, etc. These are the elements of education. നമ്മൾ സൈക്കോളജിയിൽ പല തിയറികളും പഠിക്കുന്നുണ്ട്. എന്തിനാണ് നമ്മൾ ഇങ്ങനെ തിയറികൾ അല്ലെങ്കിൽ ഒരു ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മളിൽ? എന്തിനു വേണ്ടിയാണത്? ക്ലാസ് റൂമുകളിലേക്ക് പോകുമ്പോൾ അവിടെ കുട്ടികളെ മാനേജ് ചെയ്യുന്നതിൽ ഓരോ ക്ലാസ് റൂമിലും ഓരോ കുട്ടിയുടെ എന്താ പറയാ ഡെവലപ്മെന്റൽ സ്റ്റേജ്, ഗ്രോത്ത്, അവരുടെ ഇന്റലിജൻസ് ലെവല്, അവരുടെ പല ആശയങ്ങളെയും കോർത്തിണക്കിക്കൊണ്ടാണ് നമ്മൾ ഒരു ക്ലാസ് റൂമിലേക്ക് എത്തുന്നത്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. ക്ലിയർ? Then another objectives and aims. The first one, to provide proper education to students. കൃത്യമായിട്ട് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റ് എഡ്യൂക്കേഷനിൽ കൊണ്ടുവരണം. ക്വാണ്ടിറ്റേറ്റീവ് എക്സ്പാൻഷൻ, ക്വാളിറ്റേറ്റീവ് ഇംപ്രൂവ്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ. First function or first aims or objective is to provide proper education to students. ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഇംപ്രൂവൈസ് ചെയ്യുക എഡ്യൂക്കേഷൻ എന്ന് വരുമ്പോൾ അവിടെ കുട്ടികൾക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രോപ്പർ എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കണം, അല്ലെ? എന്നാൽ മാത്രമാണ് റൈറ്റ് ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. ഫ്രം റൈറ്റ് ടൈപ്പ് ഓഫ്
teachers within reasonable cost. അതാണ് അവിടെ പറയുന്നത്. To provide proper education to students. Second aim എന്ന് പറയുന്നത് to ensure adequate utilization of all resources. Human resources ആയിക്കൊള്ളട്ടെ, മെറ്റീരിയൽ റിസോഴ്സസ് ആയിക്കൊള്ളട്ടെ, അതിനെ ഒരു ആഡിക്വേറ്റ് റിയലൈസേഷനിലേക്ക് അല്ലെങ്കിൽ ആഡിക്വേറ്റ് യൂട്ടിലൈസേഷനിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. തേർഡ് പോയിന്റ്, to ensure professional ethics and professional development among teachers. Another aim ആണ് എന്താണ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്. ഇതിന്റെ ഒരു എയിം ആണ് ഡെവലപ്പിംഗ് എ ഡിസയർ ഫോർ ദ വർക്ക്, ഹാർഡ് വർക്ക്, dedication and commitment for the job among teachers. So the another important aim is to ensure professional ethics and professional development among teachers. Another one, to organize educational programs for acquainting students with the art of democratic living, giving them excellent training in the democratic citizenship. കൃത്യമായിട്ട് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസ് എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ? കുട്ടികൾക്ക് ജസ്റ്റ് ഒരു നോളജ് പാസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു നോളജ് ട്രാൻസ്മിഷൻ മാത്രമല്ല, അവർക്കതൊരു നമ്മുടെ ഒരു സൊസൈറ്റിയിൽ ഒരു ഗുഡ് സിറ്റിസൺ ആവേണ്ടത് എങ്ങനെയാണ് എന്നുള്ള ഒരു പ്രാക്ടിക്കൽ സൈഡും കൂടി നമ്മൾ എഡ്യൂക്കേഷനിലൂടെ കൊടുക്കുന്നുണ്ട്. സോ ഈ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷന്റെ അനദർ എയിം എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഒരു ഡെമോക്രാറ്റിക് ലിവിങ് എങ്ങനെയാണ്, അതുപോലെ ഒരു എക്സലന്റ് ട്രെയിനിങ് ഇൻ ഡെമോക്രാറ്റിക് സിറ്റിസൺഷിപ്പ് കുട്ടികൾക്ക് പരിചയപ്പെടുത്തുക അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് അതിനെ പ്രാപ്തമാക്കുക എന്നുള്ളത് അതിന്റെ എയിമാണ്. Another one, to mobilize the mobilize the communityയെ mobilize ചെയ്യുക. എങ്ങനെ? General administration, educational administration seeks to maintain and improve the relation with the community. രണ്ടും കമ്മ്യൂണിറ്റി ആയിട്ട് റിലേഷൻസിനെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് അല്ലെ? അതിന്റെ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ക്വാണ്ടിറ്റേറ്റീവ് എക്സ്പാൻഷൻ, ക്വാളിറ്റേറ്റീവ് ഇംപ്രൂവ്മെന്റ്, സ്മൂത്ത് ആൻഡ് ഫെയർ എക്സാമിനേഷൻ ഇൻ ദ എഡ്യൂക്കേഷണൽ സിസ്റ്റം. So the mobilize the community is the another objective. To organize a variety of co-curricular activities. Another objective, to ensure the participation of all students, promoting work efficiency and skill development. കൃത്യമായിട്ട് co-curricular activitiesനെ ഓർഗനൈസ് ചെയ്യുക. To get the work done. What do you mean by get the work done? എപ്പോഴും അതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഏതൊരു ഇതിന്റെയും ഓർഗനൈസേഷന്റെ ഇമ്പോർട്ടന്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് വളരെ എഫിഷ്യന്റ് ആയിട്ട് ഇഫക്റ്റീവ് ആയിട്ട് അതിന്റെ ഒബ്ജക്റ്റീവ്സിനെ attain ചെയ്യുക എന്നുള്ളതാണ് അല്ലെ? So the education administration's objective is to get the work done. So this is the important objective. The administration is get the work done efficiently and effectively and with a satisfaction to the individuals and benefits to the society. സമൂഹത്തിന് ഉപകാരപ്രദമായ, ഇൻഡിവിജ്വലിന് സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന, വളരെ എഫിഷ്യന്റ് ആയി effective ആയിട്ട് അവരുടെ work done, get the work done. This is the another important objective. To prepare students for taking the places in various vocations and avenues of life. അല്ലെ? കുട്ടികളുടെ ഒരു കൃത്യമായിട്ടുള്ള അവരുടെ ഒരു ലൈഫ് ആക്ടിവിറ്റിയിൽ അവരുടെ ഒരു വൊക്കേഷൻസ് ഉള്ള കാര്യങ്ങൾ അതിനെയൊക്കെ കൃത്യമായിട്ട് ആ കുട്ടികളെ പ്രിപ്പയർ ചെയ്യിക്കുക, അവരുടെ നെക്സ്റ്റ് ഫ്യൂച്ചറിലേക്ക് അവരെ പ്രിപ്പയർ ചെയ്യിക്കുക. To train the students in developing scientific attitude and objective outlook among them towards all aspects and activities of life. Another objective എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഇനി വരുന്ന തലമുറയിൽ ഒരു സയന്റിഫിക് ആറ്റിറ്റ്യൂഡിനെ ഇൻകൾക്കേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഒരു എന്താണ് ഒബ്ജക്റ്റീവ് ഔട്ട്ലുക്ക് among the towards all aspects of activities life. കുട്ടികളിൽ ഒരു സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? കരിക്കുലം എന്താ പറയാ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഡിസിപ്ലിനിലൊക്കെ സയന്റിഫിക് ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പൊ കുട്ടികളിൽ കൃത്യമായിട്ട് ഒരു സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുക, മോഡേൺ അല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്ക് ഉള്ള ഒരു ഔട്ട്ലുക്കിന് എന്താ പറയാ കൊണ്ടുവരിക, ഒരു ഒബ്ജക്റ്റീവ് ഔട്ട്ലുക്ക് എമംഗ് ദം ടുവേർഡ്സ് ഓൾ ആസ്പെക്ട്സ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് ലൈഫ്. അതിലേക്ക് ട്രെയിൻ ചെയ്തെടുക്കുന്ന വിധത്തില് നമ്മുടെ ഗോൾസ് ഒബ്ജക്റ്റീവ്സിനെ administrate ചെയ്യുക. These are the important aims and objectives of educational administration. Then to ensure qualitative improvement of education. Last one,
ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റ് എഡ്യൂക്കേഷനിൽ കൊണ്ടുവരിക. ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, വളരെ സിമ്പിൾ ആയതുകൊണ്ടാണ്. ദെൻ നെക്സ്റ്റ് സ്കോപ്പ് ഏതൊക്കെ തലങ്ങളിലാണ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷന്റെ ഒരു സ്കോപ്പ് കാണുന്നത്? ദ ഫസ്റ്റ് വൺ, all levels of education in its jurisdiction. All levels of education എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ പ്രീ പ്രൈമറി ലെവല്, എലമെന്ററി ലെവല്, സെക്കൻഡറി എഡ്യൂക്കേഷൻ, ഹയർ സെക്കൻഡറി, ഹയർ ഓഫ് ടെറിഷറി എഡ്യൂക്കേഷൻ, ഈ മേഖലകളിലെല്ലാം എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷന് സ്കോപ്പ് ഉണ്ട്. Then next one, all forms of education, all levels of education. Second one ആയിട്ട് പറയുന്നത് all forms of education അല്ലെ? ഫോർമൽ എഡ്യൂക്കേഷൻ, നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ, ജനറൽ എഡ്യൂക്കേഷൻ, വൊക്കേഷണൽ, സ്പെഷ്യൽ, ടീച്ചർ എഡ്യൂക്കേഷൻ, ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ, ഏതെല്ലാം ഫോംസ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് അവിടെ എല്ലാം എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷന് സ്കോപ്പ് ഉണ്ട്. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ എക്സെട്ര. Then next one, strategies of types and strategies of management. ഒരു എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷനിൽ ഏത് ടൈപ്പ് ഓഫ് മാനേജ്മെന്റിലാണ് നമ്മൾ പോകുന്നത്, ആ മേഖലകളിലെല്ലാം എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷന് സ്കോപ്പ് ഉണ്ട്. സോ ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ, ഓട്ടോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ, നോമിനൽ അഡ്മിനിസ്ട്രേഷൻ, റിയൽ അഡ്മിനിസ്ട്രേഷൻ, ഈ മേഖലകളിൽ ഇതൊക്കെ ടൈപ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഈ മേഖലകളിലും ഇതിന് സ്വാധീനം അല്ലെങ്കിൽ സ്കോപ്പ് ഉണ്ട്. Then another one, functions and aspects ഓഫ് മാനേജ്മെന്റ് അല്ലെ? എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷന്റെ ഫംഗ്ഷൻസിൽ പ്ലാനിങ്, ഓർഗനൈസിങ്, കോർഡിനേറ്റിംഗ്, സൂപ്പർവൈസിങ്, കൺട്രോളിങ്, ഇവാലുവേറ്റിംഗ്, ഒരു പ്രോഗ്രാമിനെ അതിന്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിലേക്ക് വരെ ധാരാളം പ്രോസസ്സിലൂടെ നമ്മൾ പോകുന്നുണ്ട്. ആ ഏതിലൂടെയാണ് പോകുന്നത്, അതെല്ലാമാണ് അതിന്റെ ഒരു ഫംഗ്ഷൻസ്. അപ്പോ പ്ലാനിങ്, ഓർഗനൈസിങ്, കോർഡിനേറ്റിംഗ്, സൂപ്പർവൈസിങ്, കൺട്രോളിംഗ് ആൻഡ് ഇവാലുവേറ്റിംഗ്, ഈ മേഖലകളിലെല്ലാം ഇതിന് സ്കോപ്പ് ഉണ്ട്. Then the last one, educational administration takes place at various levels: central level, state level, district, block, institutional ലെവലുകളിലും എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷന്റെ സ്കോപ്പ് പറയും. വളരെ സിമ്പിൾ ആണ് ഈ ഒരു ഭാഗം. നിങ്ങളൊന്ന് ആലോചിച്ചാൽ, ഒന്ന് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്നു. നമുക്കപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിലേക്ക് വരുമ്പോൾ ഇത് നമ്മളൊരു വൈഡ് ആയിട്ടുള്ള ഒരു സ്കോപ്പാണ് പറഞ്ഞത്. ഇനി നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുമ്പോൾ അവിടെ എങ്ങനെയെല്ലാമാണ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷന്റെ സ്കോപ്പ് എന്ന് പറയുന്നത്? ഡിസൈഡിങ് ദ പർപ്പസസ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ സ്കൂൾ. ഫസ്റ്റ് സ്കോപ്പ് എന്ന അതിന്റെ പർപ്പസിനെ ഡിസൈഡ് ചെയ്യുന്നതിലേക്ക്. പ്ലാനിങ് ഫോർ അക്കാഡമിക് ഓർ, ഇത് ഞാൻ വായിച്ചു പോകുന്നത് വളരെ സിമ്പിൾ ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക കേട്ടോ. Planning for academic or curricular and co-curricular activities. Preparing the timetable and the time schedules for various activities. Assigning duties and responsibilities to the staff members. Organizing curricular and co-curricular programs. Directing and motivating the staff of the institution. Coordinating the efforts of people to achieve the purpose. Exercising control over the staff. Conducting periodical reviews about the progress of achievements and failure of the institution. കൃത്യമായിട്ട് ഒരു പീരിയോഡിക്കൽ ആയിട്ടുള്ള ഒരു റിവ്യൂ എടുക്കേണ്ട ആവശ്യമുണ്ട് അല്ലെ? എന്താണ്, നമ്മൾ എത്രമാത്രം നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എത്തിയിട്ടുണ്ട്, ഈ കാര്യങ്ങൾ, അപ്പൊ അല്ലെങ്കിൽ അതൊരു ഫെയിലിയറിലാണോ സക്സസ് ആണോ എന്നുള്ള കാര്യങ്ങൾ അറിയുന്നതിലേക്ക്. Taking measure for staff development, maintaining order and discipline, management of material, management of finance, maintaining records and register up to date, maintaining human relationship, supervision of the work of teachers, giving feedback to the teachers, performing well and taking remedial measures for teachers not performing well. കൃത്യമായിട്ട് അവർക്ക് ഒരു ഫീഡ്ബാക്ക് കൊടുക്കുക ടീച്ചേഴ്സിന്. അവർക്ക് ആ ഒരു ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നതിലേക്ക് അവരുടെ പെർഫോമൻസ് ഉയരുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ടീച്ചേഴ്സിന് ആവശ്യമായിട്ടുള്ള റെമഡിയൽ മെഷേഴ്സും കൊടുക്കുക. These are the important areas of educational administration at the institutional level. സിയർ പറയുന്നത്, സിയറിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പോയിന്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും കൂടി പറയുന്നുണ്ട്. എസ്റ്റാബ്ലിഷിംഗ് എഡ്യൂക്കേഷണൽ പർപ്പസസ്, പ്രൊവിഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദ പേഴ്സണൽ, ലേയിങ് ഡൗൺ പ്രൊസീജിയേഴ്സ്. ഒരു എഡ്യൂക്കേഷണൽ പർപ്പസസിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ.
അതുപോലെ ഡെവലപ്മെന്റ് ഓഫ് ദ പേഴ്സോണൽ, കൃത്യമായിട്ട് ഇതൊരു ബിസിനസ് മാനേജ്മെന്റിലേക്ക് വരുമ്പോഴാണ് കേട്ടോ ഈ ഒരു കാര്യങ്ങളുടെ ആപ്ലിക്കേഷൻ വരുന്നത്. വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നെസസറി ഫിനാൻസസ്, ഹൗസിംഗ്, മെറ്റീരിയൽസ് ആൻഡ് ഫെസിലിറ്റീസ് ഫോർ carrying out the work of the organization, provision and development of the personnel, laying down procedures എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ടെക്നിക്സ് ഫോർ ദ പെർഫോമൻസസ് ഓഫ് ദ വർക്ക് ആൻഡ് ദ പോളിസീസ് ആൻഡ് പ്ലാൻസ് ടു ഗൈഡ് ദ വർക്ക്, ഒരു കരിക്കുലം, മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് അല്ലെങ്കിൽ അതിന്റെ സൂപ്പർവിഷൻ, ഇതിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു ടെക്നിക്സ് ഒക്കെ കൊടുക്കുക. അതായത് നമ്മുടെ ഒരു ടെക്നിക്സ്, ഒരു കരിക്കുലം, മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, സൂപ്പർവിഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൃത്യമായിട്ട് ഒരു പോളിസി അല്ലെങ്കിൽ ഒരു ഗൈഡ് ദ വർക്ക് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. ഡിഫൈനിങ് ദ നേച്ചർ ആൻഡ് പ്രൊസീജിയർ ഓഫ് യൂസ് ഓഫ് അതോറിറ്റി, ലീഗൽ ഒഫീഷ്യൽ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടത്. ഡിസൈഡിങ് അബൌട്ട് ദ നേച്ചർ ഓഫ് എയിംസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, ഡിസൈഡിങ് അബൌട്ട് ദ മെക്കാനിസം എക്സെട്ര. നിങ്ങൾ പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യം പറഞ്ഞ സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷനിലെ ഡിഫറെന്റ് ലെവൽസ് ഫോംസിൽ വരുന്നതും ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്നതുമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ആ ഒരു ഭാഗങ്ങളായിരിക്കും നിങ്ങൾ പഠിച്ചാൽ മതി എന്ന് തോന്നുന്നു. ദെൻ അതിന്റെ ടൈപ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷനിലേക്ക് പോവുകയാണ്. വെരി ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ഏരിയ, ടൈപ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഏതൊക്കെ ടൈപ്പിലാണ് അഡ്മിനിസ്ട്രേഷൻ? ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ആണ്. സെൻട്രലൈസ്ഡ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ. വാട്ട് യു മീൻ ബൈ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ? സെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ all powers and responsibilities of educational administration are vested in one hand. All decisions are made at the top level and then passed down to the lower levels for implementation. കൃത്യമായിട്ട് അതിന്റെ ടോപ്പ് ലെവലിലായിരിക്കും അതിന്റെ ഡിസിഷൻസും കാര്യങ്ങളും എടുക്കുന്നത്. അതിനെ ലോവർ ലെവലിലെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലേക്ക് കൊടുത്തുവിടുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അവർക്ക് അവിടെ വേറെ ഇതില്ല. ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് മാത്രമാണ് ലോവർ ലെവലിൽ നിന്ന് വരുന്ന ഡ്യൂട്ടി. ഇതിലെ പവറും ഡിസിഷൻ മേക്കിംഗ് പവറും കാര്യങ്ങളോ പോളിസി മേക്കിംഗ് ഒക്കെ വരുന്നത് സെൻട്രലൈസ്ഡ് ആണ്. അത് വെസ്റ്റഡ് ഇൻ വൺ ഹാൻഡ് ആയിരിക്കും. ഈ ഒരു ടൈപ്പ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അഗൈൻ, സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ means centralized all powers and the responsibilities of education administration are vested in one hand. In decentralized like വരുമ്പോൾ what do you mean by decentralized? Decentralization വരുമ്പോൾ large countries decentralization is inevitable. large countries ലേക്ക് വരുമ്പോൾ അതായത് നമ്മളിപ്പോ ഒരു ഡെമോക്രാറ്റിക് വാല്യൂ ആയിരിക്കും. ഇപ്പൊ അതിന്റെ ഒരു പവറൊക്കെ ഒരു ടോപ്പ് ലെവലിൽ നിന്നും അതിന്റെ ഓരോ മാനേജ്മെന്റ് അടിയിലേക്ക് വരുന്ന മാനേജ്മെന്റിലേക്ക് അതിന്റെ പവറിനെ എന്താ പറയാ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ഇത് എപ്പോഴും ഒരു എന്താ പറയാ വൈഡ് ആസ്പെക്ട്, ഒരു വൈഡ് ലെവലിൽ നിൽക്കുമ്പോഴാണ് ഡീസെൻട്രലൈസേഷൻ വളരെ ആപ്ലിക്കബിൾ ആകുക. കാരണം ഒരു ലാർജർ കൺട്രീസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ലാർജർ കൺട്രീസ് ഡീസെൻട്രലൈസേഷൻ ഈസ് ഇൻഎവിറ്റബിൾ. ഒരു ലാർജ് കൺട്രിയിൽ അതിന്റെ ഒരു പവർ അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവരിക എപ്പോഴും ഒരു ഡീസെൻട്രലൈസ്ഡ് ടൈപ്പ് ഓഫ് അഡ്മിനിസ്ട്രേഷനിലായിരിക്കും. കാരണം അധികാരങ്ങളെ അല്ലെങ്കിൽ ആ പവറിനെ അതിന്റെ ലോവർ ലെവലിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് വളരെ സക്സസ്ഫുൾ ആയിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞു. സെൻട്രലൈസ്ഡ് എപ്പോഴും ഒരു അതിന്റെ ഒരു വൈഡ് അല്ല, അതൊരു നാരോ ലെവലാണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ആയിരിക്കും അത് കൂടുതൽ ആപ്ലിക്കബിൾ. ഒരു നാരോ ആയിട്ടുള്ള ഒരു എന്താ പറയാ നാരോ ആയിട്ടായിരിക്കും അതിന്റെ ഒരു പവർ വരുന്നത്. ലൈക്ക് ഐ മീൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പൊ ഒരു ഹെഡ് മാസ്റ്റർ അദ്ദേഹത്തിന് ആയിരിക്കും ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കൃത്യമായിട്ട് റൺ ചെയ്യിക്കുന്നതിന്റെ ഡ്യൂട്ടി ഉണ്ടായിരിക്കും അല്ലെ.
ഇപ്പൊ സെൻട്രലൈസ്ഡ്, ഇത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അതും സെൻട്രലൈസ്ഡ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഇത്ര ആലോചിച്ചാൽ മതി. അവിടെ പവർ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് ഒരു ആളുടെ കൈകളിൽ വെസ്റ്റഡ് ഇൻ വൺ ഹാൻഡ് ആണ്. ഡീസെൻട്രലൈസ്ഡ് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അതിന്റെ പ്രൊജക്ട് അതിന്റെ അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യുന്നു ടു ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ഓർ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ചിലപ്പോ അതിന്റെ അധികാരമൊക്കെ ഇപ്പൊ നമുക്കറിയാം എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ അതിന്റെ SCRT അതിന്റെ ഇപ്പൊ സ്റ്റേറ്റ് ലെവലിലേക്ക് വരുമ്പോൾ ആ എഡ്യൂക്കേഷന്റെ കാര്യങ്ങൾ ഓരോ ഡിസ്ട്രിക്ട് ലെവലിലേക്ക് കൊണ്ടുവരുന്നു, സ്കൂൾ ലെവലിലേക്ക് കൊണ്ടുവന്നിട്ട് അതിന്റെ പവർ ഓരോ മേഖലയിലേക്ക് കൊടുക്കുന്നു. ഇതാണ് ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, ടോപ്പ് ലെവലിലായിരിക്കും മേജർ പോളിസി ഡിസിഷൻസ് ഒക്കെ എടുക്കുക. ബട്ട് അത് മിഡിലേക്കും ലോവർ ലെവലിലേക്കും ഒക്കെ അവർക്ക് അവരുടേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഫ്രീഡത്തോടു കൂടി കൊടുക്കുന്നു. These are the important types of administration: centralized administration and a decentralized administration. Then the next one, another classification പറയുന്നുണ്ട്, democratic, autocratic, laissez-faire. Another classification ആണ്, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാം നമുക്ക്. ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ, ഓട്ടോക്രാറ്റിക് ഓർ അതോറിറ്റേറിയൻ അഡ്മിനിസ്ട്രേഷൻ, laissez-faire. വളരെ സിമ്പിൾ ആണ്. ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡെമോക്രാറ്റിക് വേയിലൂടെയുള്ളത് അല്ലെ. ഡെമോക്രസി എന്താണ്? ഗവൺമെന്റ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ. ആ പ്രിൻസിപ്പിളിന്റെ ബേസ് ഇതുകൊണ്ട് തന്നെയായിരിക്കും ഈ ഒരു അഡ്മിനിസ്ട്രേഷനും. ഒരു ഹൈറാർക്കിക്കൽ, അതായത് ഡെമോക്രസിയിലെ പവർ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഡെലിഗേറ്റഡ് ഇൻ എ ഹൈറാർക്കിക്കൽ സിസ്റ്റം ടു ദ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അറ്റ് ഡിഫറെന്റ് ലെവൽസ്. ഇവിടെ പിന്നീട് അതിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു. ഇവിടുത്തെ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് കോപ്പറേഷൻ, ഷെയറിംഗ് ഓഫ് റെസ്പോൺസിബിലിറ്റി, ഇക്വാലിറ്റി, ജസ്റ്റിസ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ള പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ നടക്കുന്നത്. ഈ ഒരു അഡ്മിനിസ്ട്രേഷനില് ദി സ്പിരിറ്റ് ത്രൂ നർച്ചറിംഗ് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ആൻഡ് കളക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ്. വളരെ ഡെമോക്രാറ്റിക് ആവുകയില് എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുത്തുകൊണ്ട്, ഷെയറിംഗ് റെസ്പോൺസിബിലിറ്റി ആയിക്കൊണ്ട്, ജസ്റ്റിസിനെ ബേസ് ചെയ്തുകൊണ്ട്, ഇക്വാലിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് ഉള്ള ഒരു പാർട്ടിസിപ്പേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് അപ്രോച്ച് ആണ് ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ദെൻ ഓട്ടോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ, പേര് പോലെ തന്നെയുണ്ട് അല്ലെ. ഓട്ടോക്രാറ്റിക് എന്താണ്? അവിടെ ഒരു ബ്ലൈൻഡ് ഒബീഡിയൻസ് ആയിരിക്കും അല്ലെ. ഒരാളിൽ മാത്രമായിരിക്കും അധികാരം ഉണ്ടായിരിക്കുക. The state is the highest authority which keeps all powers to itself. അവിടെ നമ്മള് കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടോന്ന് അറിയില്ല. നമ്മള് ഓട്ടോക്രാറ്റിക് എന്ന് പറയുമ്പോൾ അവിടെ വളരെ ബ്ലൈൻഡ് ആയിരിക്കും. ഒരാളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് മാത്രമായിരിക്കും അവിടെ ആ ഒരു ഒബ്ജക്റ്റീവ്സിലേക്കുള്ള കാര്യങ്ങളൊക്കെ റൺ ചെയ്യിക്കുന്നത്. വളരെ ഹാർഡ് വർക്ക് ആയിരിക്കും. അതുപോലെ തന്നെ അവര് എന്താണ് പറയാ, അവരുടെ കാര്യങ്ങളൊക്കെ വളരെ കോൺഫിഡൻഷ്യൽ ആയിരിക്കും. അത് അതിന്റെ ഹെഡ് മാത്രമായിരിക്കും അറിഞ്ഞിട്ടുണ്ടാവാം. അതുപോലെ തന്നെ എന്താ പറയാ, ഒരു ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ഒരു പവർ ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കും. ദെൻ laissez-faire അഡ്മിനിസ്ട്രേഷനിലേക്ക് വരുമ്പോൾ വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ ആണ്. laissez-faire എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് letting people do as they choose ആണ്. letting people do as they choose. സോ അവിടെ അതുകൊണ്ട് തന്നെ വളരെ എന്താ പറയാ, നോട്ട് ബി എനി റിജിഡ് കൺട്രോൾ, യാതൊരു തരത്തിലുള്ള കൺട്രോളും ആ ഒരു അഡ്മിനിസ്ട്രേഷൻ രീതിയിൽ കാണുന്നില്ല. അവിടെ ലീഡർ എന്ന് പറയുന്ന ആളുടെ റോള് മിനിമൽ ആണ്. മാനേജ്മെന്റ് ആബ്സെന്റ് ആണ്. Group of persons directly concerned with the work react to prevailing situation and take decisions. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രിവൈലിംഗ് സിറ്റുവേഷൻസിന് വേണ്ടി മാത്രമാണ്, നിലനിൽക്കുന്ന ഇപ്പൊ വരുന്ന ഒരു സിറ്റുവേഷൻ എങ്ങനെ അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യണം അതിനു വേണ്ടി മാത്രമാണ് ഡിസിഷൻസ് കാര്യങ്ങളും എടുക്കുന്നത്, റിയാക്ട് ചെയ്യപ്പെടുന്നത്.
ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആയിരിക്കും അത് ചെയ്യുന്നത്. നമ്മുടെ കോപ്പറേറ്റീവ് സംഘങ്ങളൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. ദിസ് ഫ്രീഡം ഈസ് suitable only to select responsible group. These type of administration is laissez-faire administration. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് not be any rigid control. So these are the important types of administration. First one, centralized administration, decentralized administration. Another classification is democratic administration, autocratic or authoritarian administration, and laissez-faire administration. അതിലൊരു ടേബിൾ ഉണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 5 മാർക്സിനോ എങ്ങനെയോ പ്രതീക്ഷിക്കാം. ചിലപ്പോൾ കമ്പാരിസൺ ആയിരിക്കാം ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷന്റെയും ഓട്ടോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷന്റെയും. ആ ടേബിൾ വായിച്ചാൽ മതി. നമ്മളിപ്പോ ഇത്ര പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു ജനറൽ അഗ്രിമെന്റിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ ഡിസിഷൻസ് എടുക്കുന്നത്. ഡിസിഷൻസ് ആർ ടേക്കൺ ഓൺ ദ ബേസിസ് ഓഫ് കൺസെൻസസ്. ജനറൽ അഗ്രിമെന്റിനെ ബേസ് ചെയ്തിട്ടാണ്. അവിടെ സ്റ്റാഫ് മെമ്പേഴ്സ് ആർ കൺസൾട്ടഡ് ബിഫോർ ഡിസിഷൻസ് ആർ ടേക്കൺ. ബട്ട് ഓട്ടോക്രാറ്റിക് വേയിൽ വരുമ്പോൾ അവിടെ ഡിസിഷൻസ് എന്ന് പറയുന്നത് അതോറിറ്റി കൺസേൺഡ് ആണ്. ഒരിക്കലും അത് ഒരു ജനറൽ അഗ്രിമെന്റിലേക്ക് വരുന്നില്ല. അനദർ പോയിന്റ്, ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷനിലേക്ക് വരുമ്പോൾ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് ദ ഹെഡ് ഈസ് ഓൺലി ദ ഫസ്റ്റ് അമംഗ് ഈക്വൽസ്. ഇവിടെ പ്രിൻസിപ്പിൾ എന്തെങ്കിലും അത് എല്ലാവരും ഈക്വൽ ആണ്. അതിൽ ആദ്യം എന്നുള്ള ഒരു സ്ഥാനം മാത്രമാണ് ഹെഡിന് വരുന്നത്. ബട്ട് അതോറിറ്റി അസ്യൂംസ് ആൻ എയർ ഓഫ് സുപ്പീരിയോറിറ്റി. ഒരു സുപ്പീരിയോറിറ്റി ഇതിലാണ് ഓട്ടോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ. പ്ലാനിംഗ്, മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ ആർ ക്യാരിഡ് ഔട്ട് ഇൻ എ ട്രാൻസ്പാരന്റ് മാനർ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഡെമോക്രാറ്റിക് വേല അത് വളരെ എന്താ പറയാ ഒരു ട്രാൻസ്പാരന്റ് ആണ്. എല്ലാവരോടും ചോദിച്ച എല്ലാവരുടെയും അഭിപ്രായം, അവിടെ എല്ലാ കാര്യങ്ങളും വളരെ തുറന്ന സമീപനമാണ്. ബട്ട് പ്രൊസീജിയറിലേക്ക്, ഓട്ടോക്രാറ്റിക് പ്രൊസീജിയറിലേക്ക് വരുമ്പോൾ വളരെ കോൺഫിഡൻഷ്യൽ ആയിരിക്കും. നെക്സ്റ്റ് പോയിന്റ്, റെക്കഗ്നീഷൻ ആൻഡ് റിവാർഡ് ഫോർ സ്റ്റാഫ് മെമ്പേഴ്സ് പെർഫോമിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് വർക്ക്. വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അവർക്ക് ഇൻസെന്റീവ്സും കാര്യങ്ങളൊക്കെ കൊടുക്കും, അല്ലെങ്കിൽ അവാർഡ് കൊടുക്കും. ബട്ട് ഓട്ടോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷനിലേക്ക് വരുമ്പോൾ പലപ്പോഴും അത് നോട്ടീസബിൾ ആകണം എന്ന് തന്നെ ഇല്ല, അൺനോട്ടീസ്ഡ് ആയിട്ട് പോകും. There is sharing of power and responsibility in the case of democratic administration. Power is retained by the autocratic administration. Then, students' view are also taken into consideration. കുട്ടികളുടെ ചില കാര്യങ്ങൾക്കും ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷനിൽ കൺസിഡറബിൾ ആണ്. ബട്ട് സ്റ്റുഡൻസ് വ്യൂസ് ആർ നോട്ട് ഇൻവൈറ്റഡ് ഇൻ ദ കേസ് ഓഫ് ഓട്ടോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ. Democratic administration, in this type of administration, team spirit will prevail, but obedience is expected in autocratic administration. Innovations and creativity are engaged. Rules and regulations are enforced. Clear. Constructive criticism is welcomed. No place for ഡിസെന്റ്. ഒരു ഡിസെന്റ് ആയിട്ടുള്ള വിയോജിപ്പുകൾക്കൊന്നും ഓട്ടോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷനിൽ പ്രാധാന്യമില്ല. അവിടെ അങ്ങനെയൊന്നും പറയാനായിട്ട് ഉള്ള റൈറ്റോ അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങളോ ഇല്ല. ബട്ട് ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്രിറ്റിസിസം ഡെമോക്രാറ്റിക്കില് വെൽക്കം ചെയ്യുന്നു. അത് ഫ്യൂച്ചറിൽ അത് യൂസ്ഫുൾ ആക്കുകയും ചെയ്യുന്നു. ദെൻ ബിലീവ്സ് ഇൻ എഡ്യൂക്കേറ്റിംഗ്, ട്രെയിനിങ് ആൻഡ് പെർസുവേഷൻ to introduce changes, believes in implementing order. അവർ മാറ്റങ്ങൾക്കനുസരിച്ച് ഡെമോക്രാറ്റിക്കിലേക്ക് വരുമ്പോഴും ഒരു ഇംപ്ലിമെന്റിംഗ് ഓർഡറിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഓട്ടോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ പോകുന്നത്. ദീസ് ആർ ദി ഇമ്പോർട്ടന്റ് ഡിഫറൻസസ് ബിറ്റ്വീൻ ഓട്ടോക്രാറ്റിക് ആൻഡ് ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. വളരെ സിമ്പിൾ ആണ്, ഈസി ആണ്. ഫങ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് നിർത്താമെന്ന് തോന്നുന്നു. അടുത്ത ടോപ്പിക് കൂടി ഞാൻ പ്രിപ്പയർ ചെയ്തു. 55 നിർത്തുന്നതുകൊണ്ട് ഞാൻ വേഗം പറയാണ്. കാരണം ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഫങ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടല്ലേ. സ്കൂൾ മാനേജ്മെന്റിലൊക്കെ അതിന്റെ ഫംഗ്ഷൻ തന്നെ പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ്, കോർഡിനേറ്റിംഗ്, കൺട്രോളിങ്, ഇവാലുവേറ്റിംഗ്.
പ്ലാനിങ് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ വരുന്നത്? ഒബ്ജക്റ്റീവ്സിനെ സെറ്റ് ചെയ്യുക, അല്ലെ? പ്രയോറിറ്റീസിനെ ആദ്യം ലിസ്റ്റ് ചെയ്തു, ടാർഗറ്റ് ഫിക്സ് ചെയ്തു, അതിന് വേണ്ട ആക്ഷൻസിനെ ഒക്കെ ഔട്ട്ലൈൻ ചെയ്തെടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്ലാനിങ്ങില്. ഓർഗനൈസേഷനിൽ എന്ത് വരുന്നു? കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്തെടുക്കുക, അല്ലെ? നമുക്ക് ആവശ്യമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ്, ഐ മീൻ ടീച്ചേഴ്സ്, ഇവരെ അഡിക്വേറ്റ് നമ്പറിൽ സെലക്ട് ചെയ്യുക. ഇതില് ഓർഗനൈസിംഗിൽ വരുമ്പോൾ 2 കാര്യങ്ങളെ നമ്മൾ കൺസേൺ ചെയ്യുന്നുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ഓർഗനൈസേഷണൽ ഡിസൈൻ, സെക്കൻഡ് വൺ ഈസ് ജോബ് ഡിസൈൻ. ദ ഓർഗനൈസേഷണൽ ഡിസൈൻ എന്ന് പറയുന്നത് നമുക്കൊരു ഗ്രാഫിക് റെപ്രസെന്റേഷൻ തരുന്നു. ചെയിൻ ഓഫ് കമാൻഡ് വിത്തിൻ ദ ഓർഗനൈസേഷൻ. നമ്മൾ ചെയ്യുന്ന പ്രൊജക്ടിന്റെ ഒരു ചെയിൻ ഓഫ് കമാൻഡുകളുടെ ഒരു ഗ്രാഫിക് റെപ്രസെന്റേഷൻ ഓർഗനൈസേഷൻ ഡിസൈൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ, ജോബ് ഡിസൈൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് അതിൽ വരുന്ന ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, ഇൻഡിവിജ്വൽസിന്റെ അത് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ജോബ് ഡിസൈനിൽ, അതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ജോബ് ഡിസൈനിൽ വരുന്നത്. അപ്പൊ ഓർഗനൈസിംഗ് എന്ന് പറയുമ്പോൾ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, എംപ്ലോയിങ് സ്യൂട്ടബിൾ പേഴ്സൺസ് ഇൻ ഇനാഡിക്വേറ്റ് നമ്പർ, അതിൽ വരുന്ന അത് ചെയ്യുമ്പോൾ കൺസേൺ ചെയ്യുന്ന 2 കാര്യങ്ങളാണ് ഓർഗനൈസേഷണൽ ഡിസൈനും ജോബ് ഡിസൈനും. ദെൻ ഡയറക്ഷൻ. ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ? വളരെ സിമ്പിൾ ആണ്. ഇൻസ്ട്രക്ഷൻ ആൻഡ് ഓർഡേഴ്സ്, അല്ലെ? ഡയറക്ഷൻ, പ്രോപ്പർ ആയിട്ടുള്ള സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ ഈ ഒരു ഫംഗ്ഷനിലാണ് നടപ്പിലാവുന്നത്. കൃത്യമായിട്ട് അതിന്റെ ഒരു എയിം, അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. കംപ്ലീഷൻ അക്കോർഡിംഗ് ടു പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ആസ് ദ ഗിവൺ ഇൻസ്ട്രക്ഷൻ ഗൈഡൻസ് ഒക്കെ ഈ ഒരു ഭാഗത്താണ്. കോർഡിനേഷൻ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്ന റിസോഴ്സസിനെ, ഹ്യൂമൻ ആയിക്കൊള്ളട്ടെ, അതിനൊക്കെ മെറ്റീരിയൽ ആയിക്കൊള്ളട്ടെ, ഐഡിയാസ് ആയിക്കൊള്ളട്ടെ, അതിനെയെല്ലാം കൃത്യമായിട്ട് ഇന്റർവ്യൂവൻ ചെയ്തുകൊണ്ട്, ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകുക, നമ്മുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിലേക്ക് കൊണ്ടുപോകുക, മീൻ കോർഡിനേഷൻ. ദെൻ കൺട്രോളിംഗ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ആണ്, അല്ലെ? കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക, ഫീഡ്ബാക്ക്, ആവശ്യമുള്ളവർക്ക് ഫീഡ്ബാക്ക്, കറക്ഷൻ, ഗൈഡൻസ് എല്ലാം കൊടുക്കുക. അതാണ് കൺട്രോളിംഗിന്റെ ഫങ്ഷൻസ്. ദെൻ ദ ലാസ്റ്റ് ഫങ്ഷൻ ഈസ് ഇവാലുവേഷൻ. ഇവാലുവേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഇവാലുവേഷൻ ആവശ്യമല്ല, നമുക്കായാലും ആവശ്യമാണ്. ആസ് എ പേഴ്സൺ, ഒരു ഇൻഡിവിജ്വൽ ഗ്രോത്ത് ഉണ്ടാവാനും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മളിലെ പ്ലസുകളെയും മൈനസുകളെയും നമ്മൾ കണ്ടെത്തി മൈനസുകളെല്ലാം പ്ലസ് ആക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. അത് തന്നെയാണ് ഇവാലുവേഷൻ പ്രോസസ്സിൽ വരുന്നത്. ഫ്യൂച്ചർ പ്ലാൻസിനെ കൂടുതൽ റിയലിസ്റ്റിക് ആക്കാനായിട്ട് ഈ ഒരു ഇവാലുവേഷൻ സഹായിക്കുന്നു. ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം എത്രമാത്രം സക്സസ്ഫുൾ ആയി എന്ന് നോക്കുന്നു. ഇവാലുവേഷൻ സ്കൂൾ ലെവലിൽ വരുമ്പോൾ നമുക്ക് പെർഫോമൻസ് അപ്രൈസൽ ഓഫ് പ്രോഗ്രാംസ്, പെർഫോമൻസ് ഇവാലുവേഷൻ ഓഫ് ദ സ്റ്റാഫ്, ഇവാലുവേഷൻ ഓഫ് സ്റ്റുഡൻസ് അച്ചീവ്മെന്റ് എല്ലാം ഈ ഒരു കാര്യം ആവശ്യമായിട്ട് വരുന്നുണ്ട്, അല്ലെ? ഒരു പ്രോഗ്രാം എങ്ങനെയാണ്, അല്ലെങ്കിൽ സ്റ്റാഫിന്റെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യാം, സ്റ്റുഡൻസിന്റെ അച്ചീവ്മെന്റ് എത്ര, ഇതൊക്കെ എത്രമാത്രം നന്നായിട്ടുണ്ടോ അപ്പോഴാണ് നമ്മുടെ പ്രോഗ്രാം ഏറ്റവും നന്നായി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ ഇവാലുവേഷൻ ഇസ് ദ ലാസ്റ്റ് ആൻഡ് ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ഓഫ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ. സോ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷന്റെ ഇതിനെ കൺക്ലൂഡ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് ലാസ്റ്റിൽ. അതൊന്ന് വായിച്ചു വിട്ടാൽ നിങ്ങൾക്ക് എളുപ്പമാകും. Educational administration is the process involving the functions of managing resources, allocating tasks, coordinating the work of all the staffs and integrating the resources to ensure the optimal use. Integrating the resources to ensure the optimal use, controlling the performance of the staff through continuous monitoring, providing feedback, guidance and correction whenever necessary. These functions are meant for creating favorable condition for the educational process and their maintenance at an effective level. ഫങ്ഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഒരേ പോയിന്റുകൾ തന്നെയാണല്ലോ വരുന്നത്, മനസ്സിലാക്കി പോവുക. അടുത്ത ടോപ്പിക്കും കൂടി അടുത്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. വളരെ സിമ്പിൾ ആയിട്ടാണ്. ഇപ്പൊ നിങ്ങൾക്ക് പല സംശയങ്ങളും വന്നിട്ടുണ്ടാവും. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതും ഈ ക്ലാസ്സിൽ പഠിച്ചതൊക്കെ സെയിം തന്നെയല്ലേ?
ഈ എഡ്യൂക്കേഷൻ മാനേജ്മെന്റും എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷനും സെയിം അല്ലേ? പിന്നെ എന്തിനാണ് പഠിക്കേണ്ട ആവശ്യകത എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നതോടുകൂടി അതിലൊരു വ്യത്യാസം നിങ്ങൾക്ക് വരും. നമുക്ക് നോക്കാം എന്താണ് റിലേഷൻ ബിറ്റ്വീൻ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ആൻഡ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ. ഞാൻ ഈ ആശയം കൊണ്ടുവന്ന ആളുകളുടെ പേര് ഞാൻ പറയുന്നില്ല. ഞാൻ അതില് മെയിൻ ആശയം പറഞ്ഞിട്ട് പോവുകയാണ്. The term administration has wider meaning than the term management. First relationship, it's a wider meaning. Management determines specific goals and lays down the broad areas within which the goals are to be achieved. That means ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ പോളിസീസ് ആണെങ്കിൽ, മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഡിസിഷൻസ് ആണ്. മാനേജ്മെന്റ് മീൻസ് കൃത്യമായിട്ട് ഗോൾസിനെയും എയിംസിനെയും ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുകയാണ്. അഡ്മിനിസ്ട്രേഷനിലേക്ക് വരുമ്പോൾ ഈ എടുത്ത തീരുമാനങ്ങളെയും പോളിസികളെയും ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് അഡ്മിനിസ്ട്രേഷനിൽ വരുന്നത്. അപ്പൊ ഒരേ ഫംഗ്ഷൻ തന്നെയാണ്. മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ അത് നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യം, അതായത് മുമ്പിൽ ചെയ്യുമ്പോൾ അഡ്മിനിസ്ട്രേഷൻ അത് നടപ്പിലാക്കി കാണിക്കുന്നു. ക്ലിയർ? മാനേജ്മെന്റ് മേക്സ് ഡിസിഷൻസ്, അഡ്മിനിസ്ട്രേഷൻ എക്സിക്യൂട്ട്സ് ദ പോളിസീസ്. സെക്കൻഡ് വൺ, management has broader concept than administration. Why? They argue that management is the rule making and rule enforcing authority ആണ് management. Rule making, rule enforcing authority. More functions to perform than administration. ഓരോരുത്തരുടെ വ്യൂ പോയിന്റ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇവിടെ നമ്മൾ ആദ്യത്തിൽ പറഞ്ഞു മാനേജ്മെന്റ് ആണ്, അഡ്മിനിസ്ട്രേഷൻ ആണ് കുറച്ച് വൈഡർ മീനിങ് ദാൻ ടേം മാനേജ്മെന്റ് എന്ന് പറഞ്ഞു. കാരണം മറ്റൊരു ഗോൾസ് ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ ഇംപ്ലിമെന്റേഷൻ ആണ് അഡ്മിനിസ്ട്രേഷനിൽ നടക്കുന്നത്. കിംബൽ ആൻഡ് ഫയോളിന്റെ വ്യൂ പോയിന്റിലേക്ക് വരുമ്പോൾ അവർ പറയുന്നു മാനേജ്മെന്റ് ആണ് ബ്രോഡർ കോൺസെപ്റ്റ് എന്ന് പറയുന്നു അഡ്മിനിസ്ട്രേഷനേക്കാൾ. എന്തുകൊണ്ടാണ്? കൃത്യമായിട്ടുള്ള ഒരു റൂൾ മേക്കിങ്ങും റൂൾ എൻഫോഴ്സിങ്ങും അതോറിറ്റിയുമായിട്ട് മാനേജ്മെന്റ് വർത്തിക്കുന്നത് കൊണ്ട് തന്നെ അതിനാണ് ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നു. അനദർ വ്യൂ പോയിന്റ് ആണ്. തേർഡ് വ്യൂവിൽ പറയുന്നു അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റും ഒരു സിനോണിമസ് ആണ്. സിനോണിമസ് എന്താണ്? അതായത് രണ്ടും ഒരേ ഇതിലൂടെയാണ് പോകുന്നത്. മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ ഡിനോട്ട് വൺ ആൻഡ് ദ സെയിം ഫംഗ്ഷൻ. ഒരേ ഫംഗ്ഷനിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടും സിനോണിംസ് ആണെന്ന് പറയുന്നു. ദെൻ അതിന്റെ സിമിലാരിറ്റിയിലേക്ക് പോകുമ്പോൾ നമ്മളിപ്പോ ഈ പറഞ്ഞ പോയിന്റുകളിലൂടെ തന്നെ ഒന്ന് പോവുക. 55 തന്നെ ഞാൻ നിർത്താം. സിമിലാരിറ്റീസിലേക്ക് പോകുമ്പോൾ എന്താണ്? ഫസ്റ്റ് സിമിലാരിറ്റി ഇപ്പൊ തന്നെ പറഞ്ഞതാണ്. കൃത്യമായിട്ട് ഇതിന്റെ ഫങ്ഷൻസ് രണ്ടിനും ഒന്ന് തന്നെയാണ് അല്ലെ? അതുപോലെ തന്നെ എന്താണ്? അഡ്മിനിസ്ട്രേഷന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് അതിന്റെ ടേം ഉപയോഗിക്കുന്നതിൽ ചില സ്ഥലങ്ങളിൽ വ്യത്യാസം. നമ്മൾ അധികം അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള പദം രണ്ടും ഒന്ന് തന്നെയാണെന്ന് പറയുന്നു. അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള പദം നമ്മൾ ഒരു ഗവൺമെന്റ് ഓർഗനൈസേഷനിലും മാനേജ്മെന്റ് എന്നുള്ള പദം നമ്മൾ അധികം ബിസിനസ് ഓർഗനൈസേഷനിലും ഉപയോഗിക്കുന്നു. ദെൻ അനദർ ആയി പറയുന്നത് അതായത് ഇതിന്റെ ഒരു ഇത് പോളിസി ഫോർമുലേഷൻ ഈസ് ഡൺ ഇൻ ഹയർ ലെവൽസ്, എക്സിക്യൂഷൻ ഈസ് ലോവർ ലെവൽ. അതൊരു ഡിസിമിലാരിറ്റി ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. നോക്കണ്ട. ദെൻ ഡിസിമിലാരിറ്റീസിലേക്ക് വരുമ്പോൾ ടു വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത്. ഡിസിമിലാരിറ്റീസ് പറയുമ്പോൾ ശ്രദ്ധിക്കുക. അഡ്മിനിസ്ട്രേഷൻ ഈസ് എബവ് മാനേജ്മെന്റും എന്ന് പറയുന്നുണ്ട്. മാനേജ്മെന്റ് ഈസ് എബവ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നു. ഡിസിമിലാരിറ്റീസ് ആയിട്ട് പറയുന്നതാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഒന്നിന് പറയുന്ന അഡ്മിനിസ്ട്രേഷൻ എബവ്, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയേ ഉള്ളൂ. എന്താണ്? അഡ്മിനിസ്ട്രേഷൻ ടോപ്പ് ലെവൽ ഫംഗ്ഷൻ ആണ്, മാനേജ്മെന്റ് ലോവർ ലെവൽ ഫംഗ്ഷൻ ആണ്. വൈ? Administration deals with the policy formulation and management deals with the policy. ഒരു മാറ്റമുണ്ട്. Management deals with the policy formulation, administration deals with policy execution.
Then management is above administration എന്ന വ്യൂ പോയിന്റിലേക്ക് വരുമ്പോൾ management is a social process ആണ് entailing responsibility for the effective and economical planning and the regulations of the operation of an enterprise in fulfillment of a given purpose of task. Next point നോക്കൂ, അതാണ് important. Administration is the part of the management which is concerned with installation and carrying out of the procedures by which the program is laid down and communicate and the progress of activities is regulated and checked against plans. പ്ലാന് രണ്ടും ഓപ്പോസിറ്റ് വ്യൂ പോയിന്റിലാണ് പറയുന്നത്. ഒന്നിലും നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു, മുൻപ് അതിന്റെ ഒരു റിലേഷൻഷിപ്പ് പറഞ്ഞപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അഡ്മിനിസ്ട്രേഷൻ അബവ് മാനേജ്മെന്റ് എങ്ങനെയാണ് വരുന്നത്, അഡ്മിനിസ്ട്രേഷനില് ഇംപ്ലിമെന്റേഷൻ ആണ്, മാനേജ്മെന്റില് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു റൂൾസും ഗോൾസ് ഒക്കെ ഡിസൈഡ് ചെയ്യുന്ന, ഡിറ്റർമൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ എൻഫോഴ്സ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ അതിന്റെ ഇംപ്ലിമെന്റേഷൻ ആയതുകൊണ്ട് ചിലരുടെ വ്യൂ പോയിന്റ് അഡ്മിനിസ്ട്രേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതൊരു ഡിസിപ്ലിനാരിറ്റി ആയിട്ട് പറയാം. അനദർ വ്യൂ പോയിന്റിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, മാനേജ്മെന്റ് ഈസ് അബവ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഒരു സോഷ്യൽ പ്രോസസ് ആണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. കാരണം എന്താണ്, മാനേജ്മെന്റില് അതിന്റെ ഇഫക്റ്റീവ് ആൻഡ് ഇക്കണോമിക്കൽ പ്ലാനിങ്ങിന്, റെഗുലേഷൻ ഓഫ് ദ ഓപ്പറേഷൻ ഓഫ് എന്റർപ്രൈസ് ഇൻ ഫുൾഫിൽമെന്റ് ഓഫ് എ ഗിവൺ പർപ്പസ് ഓഫ് ടാസ്കിന്റെ ഒക്കെ റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട്. അഡ്മിനിസ്ട്രേഷനിലേക്ക് വരുമ്പോൾ അതൊരു മാനേജ്മെന്റിന്റെ പാർട്ടായിട്ട് മാത്രമാണ് മാറുന്നത്. അതായത് മാനേജ്മെന്റ് എടുക്കുന്ന തീരുമാനങ്ങളെ നടപ്പിലാക്കുക മാത്രമാണ് അഡ്മിനിസ്ട്രേഷനിൽ വരുന്നത്. സോ അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ പാർട്ട് ഓഫ് മാനേജ്മെന്റ്. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് ആണ് is above administration. So these dissimilarities of the educational dissimilarities between management and administration. അതിന്റെ ഒരു കമ്പാരിസൺ ടേബിൾ കൊടുത്തിട്ടുണ്ട്. എഡ്യൂക്കേഷണൽ മാനേജ്മെന്റും എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷനും നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. ഞാനിനി അതിലേക്ക് പോകുന്നില്ല. എനി ഡൗട്ട് നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡൗട്ട് കൊണ്ടുവന്നാൽ മതി. നെക്സ്റ്റ് ക്ലാസ്സിൽ ഡൗട്ട് ചോദിച്ചാൽ മതിയാവും കേട്ടോ. ആ ഒരു ടേബിൾ ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. നിങ്ങൾ എപ്പോഴും ഡിഫറൻസ് മനസ്സിലാക്കി പോവാ. എന്താ കാരണം എന്ന് വെച്ചാൽ ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ടോപ്പിക് ഡിസ്കസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവണോ അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒന്ന് ഇംപ്ലിമെന്റേഷൻ ആണ്, ഒന്ന് ഡിറ്റർമൈനിങ് ആണ്.